സ്പീഡ് ന്യൂസ് തുടങ്ങുന്നു. നോക്കാം വാർത്തകൾ അതിവേഗം. ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. കൈപ്പറ്റിയ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കും. വകുപ്പ് തല നടപടിക്കും ശുപാർശ. പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരല്ലാത്തവർക്കെതിരെയും നടപടി. ബി.ജെ.പി. കൊടകര കുഴൽപ്പണക്കേസിൽ തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം കൈമാറിയതായി തിരൂർ സതീഷ്. സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിക്കും. മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഭീഷണി ആവർത്തിച്ച് കെ സുരേന്ദ്രൻ. മനുഷ്യരെല്ലാം ഒരേ കുടുംബാംഗങ്ങളാണെന്ന മഹത് സന്ദേശമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും കാലത്ത് ഗുരുവചനങ്ങൾ പ്രസക്തമെന്നും മാർപ്പാപ്പ. വത്തിക്കാനിൽ ശിവഗിരി മഠത്തിന്റെ സർവമത സമ്മേളനവും ലോക പാർലമെന്റും. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികളിൽ അവഗണിച്ചതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കരിപ്പൂർ എയർപോർട്ടിൽ പ്രിയങ്കയെ സ്വീകരിക്കാൻ ലീഗ് പ്രതിനിധികൾ എത്തിയില്ല. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച് അക്രമാസക്തം. NGO യൂണിയൻ പ്രവർത്തകരെ സമരപ്പന്തലിലെത്തി മർദ്ദിച്ചു. SDPI പരിപാടിയിൽ പങ്കെടുത്തതിൽ ഖേദം പ്രകടിപ്പിച്ച MC ഇബ്രാഹിം. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല. തെറ്റായ പ്രവണതകളെ അംഗീകരിക്കാനാകില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്തു. ഫിൻജാൽ ചുഴലിക്കാറ്റ് കരയിലേക്ക്. അല്പസമയത്തിനകം തീരം തൊടും. തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. 8 ജില്ലകളിൽ സ്കൂൾ അവധി. ചെന്നൈയിൽ നിന്നുള്ള 13 വിമാനങ്ങൾ റദ്ദാക്കി. കേരളത്തിലും പരക്കെ മഴ മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റിലെ ഹാജർ പുസ്തകം ഒഴിവാക്കി സംസ്ഥാന സർക്കാർ. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പൂർണ്ണമായ സാഹചര്യത്തിലാണ് തീരുമാനം. പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഹാജർ ബുക്കിൽ തന്നെ ഹാജർ രേഖപ്പെടുത്തണം. നെടുമ്പാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2.376 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതി റിമാൻഡിൽ. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ജാർഖണ്ഡ് സ്വദേശി ബുദ്ധാറാമാണ് മരിച്ചത്. കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ട്. എറണാകുളം പെരുമ്പാവൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ബംഗാൾ സ്വദേശിയാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംഘർഷം. വിധികർത്താക്കൾക്ക് നേരെ ചെരുപ്പും കുപ്പിവെള്ളവും എറിഞ്ഞു. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു സംഘർഷം. കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രമേശ്, ലതീഷ്, ബിബി, സരീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായത്. രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവർന്നെന്ന് പോലീസ്.
കൊടുവള്ളി സ്വർണ്ണ കവർച്ചയിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രമേശ്, ലതീഷ്, ബിബി, സരീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായത്. രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവർന്നെന്ന് പോലീസ്. ശബരിമലയിൽ വരുമാനത്തിൽ വൻ വർധനവ്. 12 ദിവസത്തിനുള്ളിൽ വരുമാനം 63 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും 15 കോടി രൂപയുടെ വർധനമാണ് ഇത്തവണ. പത്തനംതിട്ട MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായത് രാജേഷ്, ഭാര്യ ദീപ, മക്കൾ മീനാക്ഷി, മീര എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിൽ ബസ് മറിഞ്ഞ അപകടം. ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ ചക്കരപ്പറമ്പിന് സമീപമാണ് ഡിവൈഡറിൽ ഇടിച്ച് ബസ് മറിഞ്ഞത്. കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് കാഞ്ഞിരപ്പൊയിലിയിൽ മഹാശിലായുഗത്തിലേതെന്ന് കരുതുന്ന പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പുരാതന സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 15ാമത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നാളെ തൈക്കാട് KSTA ഹാളിൽ ദേശാമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. ബെഫി സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി കൺവീനർ KS രമ വനിതാ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കും. കേരള ബാങ്കിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷോർട്ട് റൺ സംഘടിപ്പിച്ചു. പാലക്കാട് 5 വിളക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച ഷോർട്ട് റൺ കേരള ബാങ്ക് ഡയറക്ടറും മലമ്പുഴ MLAയുമായ A പ്രഭാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടെർമിനൽ ശുചീകരണത്തിന് ക്ലീനിംഗ് റോബോട്ടുകളെ നിയോഗിച്ച് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. പ്രഥമ സിറിയക് ജോൺ സ്മാരക പ്രതിഭാ പുരസ്കാരം എമേഴ്സൺ ജോസഫിന്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് CSI കത്തീഡ്രൽ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളികൾ പിടിയിൽ. 15 കിലോ കഞ്ചാവുമായി സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് അറസ്റ്റിലായത്. കാപ്പ ഉത്തരവ് ലംഘിച്ചയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കോതമംഗലം മലയൻകീഴ് സ്വദേശി അലക്സിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രസ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. കേസിൽ മദ്രസ അധ്യാപകന് 70 വർഷം കഠിന തടവും 1,15,000 രൂപ പിഴയും. എറണാകുളം പട്ടിമറ്റം സ്വദേശി ഷറഫുദ്ദീനെയാണ് പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് പന്നി ഫാമിലെ മാലിന്യ കുഴിയിൽ വീണ് നേപ്പാൾ സ്വദേശിയായ തൊഴിലാളി മരിച്ചു. നേപ്പാൾ ഇലാം സ്വദേശി മഹേഷ് റായ് ആണ് മരിച്ചത്. പോലീസും അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ച് കൊയിലാണ്ടി പോക്സോ കോടതി. കൂത്തുപറമ്പ് സ്വദേശി അബ്ദുറഹിമാനെയാണ് കോടതി ശിക്ഷിച്ചത്. 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. രാത്രി ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശി സഞ്ജയ് പാസ്വാനാണ് അറസ്റ്റിലായത്. പന്തീരാങ്കാവ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ടോടിയ യുവാവിനെ പിടികൂടി. പരിശോധിച്ചപ്പോൾ കിട്ടിയത് 1.44 കിലോഗ്രാം കഞ്ചാവ്. കല്ലായി മുഖദാർ സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത്. കേളകത്ത് 4 വയസ്സുകാരനെ കൂടെയിരുത്തി 14 വയസ്സുകാരൻ കാർ നിരത്തിലിറക്കി. കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്.
പൊയ്യമ്മല സ്വദേശി ക്ലാരമ്മ, EK ബേബി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ മാരക ലഹരിമരുന്നായ MDMA നൽകി പീഡിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ബേപ്പൂർ അരക്കിണർ സ്വദേശി മുഹമ്മദ് കൈഫ്. വരന് സർക്കാർ ജോലി ഇല്ലാത്തതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറി നവവധു. UP-യിലെ ഫറൂദാബാദിലാണ് സംഭവം. എന്നാൽ മാസം 1.2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയറാണ് വരൻ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഇടിവ്. GDP വളർച്ചാ നിരക്ക് 5.4% താഴ്ന്നുവെന്ന് വിവരം. സാമ്പത്തിക വർഷത്തിലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം പാദ കണക്കാണിത്. ഉൽപാദനം, ഉപഭോഗം, ഖനനം എന്നിവയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞതാണ് സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടായതെന്ന് റിപ്പോർട്ട്. നടപ്പുവർഷം ഏപ്രിൽ മുതൽ ജൂൺ പാദത്തിൽ 6.7% GDP വളർച്ച. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബന്ധുക്കൾ 5 കോടി രൂപ പിൻവലിച്ചെന്ന് പരാതിയുമായി പുൽവാമ രക്തസാക്ഷിയുടെ ഭാര്യ. വീരമൃത്യു വരിച്ച രോഹിദാസ് ലാംബയുടെ ഭാര്യ മഞ്ജു ലാംബയാണ് ഹർമാര പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത്. പ്രസവത്തിനായി യുവതിക്ക് ജാമ്യം അനുവദിച്ച ബോംബെ ഹൈക്കോടതി. ജയിലിൽ പ്രസവിക്കുന്നത് അമ്മയെയും കുഞ്ഞിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് കോടതി. ജയിലിലെ പ്രസവം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ജസ്റ്റിസ് ഊർമിള ജോഷി ഫാൽക്കെ. അത്തരം കേസുകൾ മാനുഷിക പരിഗണനകൾ അർഹിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ്. മഹാരാഷ്ട്രയിൽ MSRTC ബസ് മറിഞ്ഞു. 8 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഗോണ്ടിയയിലെ ഖജ്രി ഗ്രാമത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മഹാരാഷ്ട്രയിലെ ബസ് അപകടത്തിൽ പരിക്കേറ്റവരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് പോലീസ്. അപകടത്തിൽപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ച് സർക്കാർ. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 151 ലൈംഗികാതിക്രമ പരാതികളെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെയുള്ള കണക്കാണിത്. ലഭിച്ച ലൈംഗികാതിക്രമ പരാതികളിൽ 98% പരിഹരിച്ചെന്ന് JNU സർവകലാശാല. 3 എണ്ണത്തിന്റെ അന്വേഷണം മാത്രമാണ് പുരോഗമിക്കുന്നതെന്നും JNU. 2018-19 അധ്യയന വർഷത്തിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത്. പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ ഓസ്ട്രേലിയ. പിഴ ചുമത്തുന്നത് ഭീമൻ തുക. സബ്വേ ഡ്രൈവർ ടോയ്ലറ്റിൽ പോവാൻ അടിയന്തരമായി വണ്ടി നിർത്തി. സിയോളിൽ 125 ട്രെയിനുകൾ വൈകിയതായി റിപ്പോർട്ട്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പായി ക്യാമ്പസിൽ തിരിച്ചെത്തണമെന്ന് വിദ്യാർത്ഥികളോട് US സർവകലാശാല. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തൽ നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മാഡ്രിഡിലെ പ്രളയ സാഹചര്യത്തിന് പിന്നാലെ കാലാവസ്ഥാ അവധിക്ക് അംഗീകാരം നൽകി സ്പെയിനിലെ ഇടത് സർക്കാർ. കാലാവസ്ഥ മോശമായ സാഹചര്യങ്ങളിൽ യാത്ര ഒഴിവാക്കാനും നിർദ്ദേശം. ന്യൂയോർക്കിൽ 52 കോടി രൂപയ്ക്ക് വാഴപ്പഴം ലേലത്തിൽ പിടിച്ച് ക്രിപ്റ്റോ കറൻസി സംരംഭകൻ. ജസ്റ്റിസ് സൺ എന്ന ചൈനീസ് വംശജനാണ് വാഴപ്പഴം സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വാഴപ്പഴം കഴിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിൻ.
അടുത്ത വർഷം മുതൽ ദുബായിലെ സാലിക് പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുമെന്ന് RTA. തിരക്കുള്ള സമയത്ത് ടോൾ നിരക്ക് കൂടും. ട്രാഫിക് കുരുക്ക് ഒഴിവാക്കി യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ബോധവൽക്കരണ സെഷൻ സംഘടിപ്പിച്ചു. കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചാണ് സെഷൻ. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ ആമുഖ പ്രസംഗം നടത്തി. UAEയുടെ ദേശീയ ദിനം പ്രമാണിച്ച് ടൈം എക്സ്പ്രസ് കാർഗോ പുതിയ പ്രൊമോഷൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഏർപ്പെടുത്തിയതുൾപ്പെടെ നിരവധി പ്രൊമോഷനുകളാണ് പ്രഖ്യാപനം. തുമ്പെ ഗൾഫ് മെഡിക്കൽ സർവകലാശാല ബിരുദദാന ചടങ്ങ് നടത്തി. ഗൾഫ് മെഡിക്കൽ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 561 വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. മലയാളം മിഷൻ ഒമാൻ അക്ഷരം 2024 സാംസ്കാരികോത്സവത്തിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. ഗ്ലോബൽ ഇവന്റ്സിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ്. ചടങ്ങിൽ മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനുചന്ദ്രൻ, ട്രഷറർ P. ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ UAE കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രമുഖ അറബിക് കവി ഖാലിദ് അൽ ബദൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. KMCC ഒരുക്കുന്ന സാംസ്കാരിക മഹാസമ്മേളനം ഡിസംബർ 1 നടക്കും. 53ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി. ദുബായ് ഊദ് മേത്തയിലെ അൽ നാസർ ലെഷർലാൻഡിലാണ് പരിപാടികൾ. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ദുബായ് കോൺസുലേറ്റ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. നടപടികൾ സുതാര്യമാക്കാൻ കോൺസുലേറ്റിന്റെ തീരുമാനം സഹായകരമാകുമെന്ന് KMCC നേതാവ് ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന് 20 കോടി രൂപ പിഴ വിധിച്ച ഒമാൻ കോടതി. ആശങ്കയുമായി രക്ഷിതാക്കൾ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാന് നിവേദനം നൽകി. മോഹൻലാൽ ചിത്രം തുടരുമിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്ത്. മോഹൻലാലും ശോഭനയുമാണ് ചിത്രത്തിൽ ജോഡികളായി എത്തുക. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണിത്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് മോഹൻലാൽ ചിത്രം തുടരും. ചിത്രത്തെ നാടോടിക്കാറ്റിലെ രംഗങ്ങളുമായി താരതമ്യം ചെയ്ത് ആരാധകർ. രജപുത്രയുടെ ബാനറിൽ M. അജിത്താണ് തുടരും സിനിമ നിർമ്മിക്കുന്നത്. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാകും മോഹൻലാൽ ചിത്രത്തിൽ എത്തുക. വിജയുടെ മകൻ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിലെ ഹീറോയെ പ്രഖ്യാപിച്ചു. യുവതാരം സന്ദീപ് കിഷയാണ് നായകനായി എത്തുക. ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടില്ല. പാൻ ഇന്ത്യൻ ശ്രദ്ധ ആകർഷിക്കത്തക്ക നിലവാരമുള്ള കഥയാകും സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേതെന്ന് വിവരം. 2025 ജനുവരിയോടെ ഈ പ്രോജക്ടിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും റിപ്പോർട്ട്. വിജയ് സേതുപതി ചിത്രം മഹാരാജ ആദ്യ റിലീസിൽ സ്വന്തമാക്കിയത് 104.84 കോടി രൂപയെന്ന് റിപ്പോർട്ട്. ചൈനയിൽ മഹാരാജ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. നിധിലൻ സംവിധാനം ചെയ്യുന്ന നയൻതാര ചിത്രം മഹാറാണിയുടെ അണിയറ ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കും. പാഷൻ സ്റ്റുഡിയോസിനാണ് മഹാറാണിയുടെ നിർമ്മാണ ചുമതല. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.